എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ സിനിമ അണിയറയിൽ നടക്കുന്ന സിനിമയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക. കാരണം അനവധി അറിവുകൾ, പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം അടുക്കള, പിന്നെ ഇന്ന് ഞാനൊരു യോഗയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും യോഗ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത്യാവശ്യം പണ്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ യോഗ നിങ്ങൾ കണ്ടുപിടിക്കുക. അത് വയറ് കുറയ്ക്കാനും നമ്മുടെ ശരിക്കും വണ്ണം കുറയാനുള്ള ഒരു സൂര്യ നമസ്കാരത്തിൻ്റെ യോഗ ഇട്ടേക്കുന്നത്. അതുപോലെ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ യോഗകളുമായിട്ട് വരാം. നിങ്ങളെന്തായാലും ബാക്കി വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കും. അറിയാം, ആനക്കാട്ടിൽ ചാക്കോച്ചി കഥാപാത്രത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഏതാണ്ട് നിങ്ങൾക്ക് ഊഹം കിട്ടിക്കാണും. അന്ന് ഈപ്പച്ചനും ചാക്കോച്ചിയും തകർത്താടിയ ഒരു സിനിമയാണ് ലേലം. ആദ്യ പകുതിയിൽ സോമൻ്റെ കഥാപാത്രം ഈപ്പച്ചൻ തകർത്താടിയപ്പോൾ അതിനേക്കാളും അടിപൊളിയായിട്ട് ചെയ്തു ചാക്കോച്ചി, സുരേഷ് ഗോപി. അതിൻ്റെ രണ്ടാം ഭാഗം ഏതാണ്ട് അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇതൊന്നുമല്ല രസം. രഞ്ജി പണിക്കർ തിരകഥ എഴുതി, നിതിൻ രഞ്ജി പണിക്കരാണ് സംവിധാനം. അന്ന് ഉണ്ടായിരുന്ന NF വർഗീസും കൊച്ചിൻ കനീഫയും സോമനൊന്നും ഇല്ലാത്ത ഒരു വിഷമം പടത്തിൽ ഉണ്ട്. എങ്കിൽ തന്നെയും ഏറ്റവും മാസ് എൻട്രി എന്ന് പറയുന്നത് പടത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപിയും മമ്മൂട്ടിയായിട്ടുള്ള പിണക്കമൊക്കെ മാറി. അതിനുശേഷം വീണ്ടും മമ്മൂട്ടി എത്തുന്നു. ജോസഫ് അലക്സ്, ഈ കഥാപാത്രത്തിനെയും നിങ്ങൾക്കറിയാവുന്നതാണ്. ദി കിങ്ങിലെ ജോസഫ് അലക്സ് എന്ന കഥാപാത്രം, അതേ കഥാപാത്രമായി നായകനായ സുരേഷ് ഗോപിയെ ഒരു എൻട്രിയിലൂടെ സഹായിക്കാനെത്തുന്നു. ലേലം 2-വിൽ അടിപൊളി സംഭാഷണങ്ങളും അതുപോലെ തന്നെ സ്റ്റണ്ടുകളും, അതുപോലെ നല്ല, അതായത് ആക്ഷനും അതുപോലെ ചെറിയ കോമഡിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് മമ്മൂട്ടി ജോസഫായിട്ടെത്തുന്നു. ജോസഫ് അലക്സ്, ദി കിങ്ങിലെ ആ കഥാപാത്രം, ഓർമ്മയിലെ മുടിയൊക്കെ പ്രമോട്ടാക്കിയ മമ്മൂട്ടിയുടെ സൂപ്പർ കഥാപാത്രം, ആ കഥാപാത്രം എത്തുകയാണ് ലേലം 2-വിൽ. അതുപോലെ തന്നെ രഞ്ജി പണിക്കർ തിരകഥ എഴുതി നല്ല സംഭാഷണങ്ങളും ചെറിയ രാഷ്ട്രീയവും മദ്യവ്യവസായവും ഒക്കെ കൂട്ടിക്കലർത്തിയ ഒരു ബമ്പർ ഹിറ്റ്, 25 കോടിയിലേറെ ചിലവാക്കിയുന്ന ഒരു സിനിമയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെന്തായാലും നമുക്ക് ലേലം 2-വിന് വേണ്ടി കാത്തിരിക്കാം. ഈ വർഷം തന്നെ പുറത്തിറങ്ങുമെന്നാണ് അറിയുന്നത്. നിങ്ങളെന്തായാലും പുതിയ ഇതുപോലത്തെ സിനിമ അറിവുകൾ ഞാൻ വീണ്ടും കൊണ്ടുവരാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കാണുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാം. എല്ലാവർക്കും നന്ദി. നിങ്ങളെപ്പോലെ ലേലം 2-വിന് വേണ്ടി ഞാനും കാത്തിരിക്കുന്നു, നിങ്ങളും കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി.